ദിവസങ്ങളായി ശരിക്കും പറഞ്ഞാൽ മിനി സ്ക്രീനിലും ഓൺലൈനിലുമൊക്കെ വളരെയധികം ഒരു വിഷയം ഇങ്ങനെ കത്തിക്കയറുന്നുണ്ട്. ഡോക്ടർ റോബിനാണ് പ്രധാന വിഷയം. ഡോക്ടർ റോബിൻ പണം കടം വാങ്ങിയെന്നും അത് ചോദിക്കാൻ ചെല്ലുമ്പോൾ പാർട്ടി ഉപയോഗിച്ചും തന്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചും ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നും പോരാഞ്ഞിട്ട് ലക്ഷങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലുള്ള കടം എന്നതായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന ഒരു കാര്യം. ആർഭാടകരമായി വിവാഹം നടത്തിയതിൽ തന്നെ റോബിന് നല്ല കടമുണ്ട് എന്നാണ് അടുത്ത വൃത്തങ്ങൾ തന്നെ അറിയിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നതും ഈ ഒരു വാർത്തയെ പറ്റി തന്നെയാണ്. ഞങ്ങൾക്കൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇക്കാര്യം. പ്രേക്ഷകരെല്ലാവരും ആ ഒരു വിഷയത്തെ പറ്റി ചോദിക്കുന്നു. ഡോക്ടർ റോബിൻ ഇത്രയും മാത്രം എല്ലാവരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ട് എന്ന് അറിയില്ലായിരുന്നു. പലരും ഇതിനെക്കുറിച്ച് തുറന്നു പറയുന്നുണ്ട്. ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും അതുപോലെ ഡോക്ടർ അനന്തുവിന്റെ കയ്യിൽ നിന്നും ഒക്കെ തന്നെയും ഇത്തരത്തിൽ കടങ്ങൾ വാങ്ങിയതിനെ പറ്റി തന്നെയാണ് ഇവർ തുറന്നു പറഞ്ഞത്. ഇവരെല്ലാവരും തുറന്നു പറയുമ്പോൾ തന്നെ റോബിൻ ഇതെല്ലാം കള്ളമാണ് എന്ന് പറയുകയും പിന്നീട് ഇതൊരു വലിയ പ്രശ്നമാവുകയും ചെയ്തു. കള്ളമാണ് എന്നതും എനിക്കെതിരെ വലിയ രീതിയിൽ തന്നെ ഇത്തരത്തിൽ ഒരു ഫേക്ക് ക്യാമ്പയിൻ നടക്കുന്നുണ്ടെന്നും അത് തെളിയിക്കാൻ എനിക്കാകുമെന്നുമായിരുന്നു റോബിൻ പറഞ്ഞൊരു കാര്യം. എന്നാൽ ഇപ്പോൾ അതിന് ശേഷമാണ് റോബിന്റെ വാക്കുകളുമായി ബന്ധപ്പെട്ട് പലരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. എന്നാൽ തെളിവുകൾ സഹിതം നിരത്തുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോബിന്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും വളരെയധികം കൃത്യമായി തന്നെയാണ് റോബിന്റെ വിഷയത്തെക്കുറിച്ച് കാണുകയും ചെയ്യുന്നത്. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുന്നത്. ആരാധകരെല്ലാവരും ഇപ്പോൾ റോബിന്റെ ആരാധകർ തന്നെയാണ് കൂടുതലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതെന്ന് കൂടി പറയാം. ആരാധകർക്ക് വളരെയധികം നന്നായി റോബിനെ കുറിച്ച് അറിയുകയും ചെയ്യാം. ഓരോ തവണയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളെ കുറിച്ചും ഇത്തരത്തിൽ വൈറലാകുന്നുണ്ട് എന്നുകൂടി നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ആരാധകരെല്ലാവരും തന്നെ റോബിന്റെ വിഷയം എന്താണെന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ആർഭാടകരമായ ജീവിതവും ആർഭാടകരമായ പല കാര്യങ്ങളിലും ഇടപെട്ടാണ് റോബിന്റെ പേരിൽ ഇത്രയും അധികം കടങ്ങൾ വന്നത്. വാങ്ങിയ കടങ്ങളൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതും അത്തരം രീതിയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്നതായി മാറുന്നുണ്ട്. പ്രേക്ഷകർ ഉൾപ്പെടെ പലരും ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും ഈ റോബിൻ്റെ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് എന്തിനായിരുന്നു ശരിക്കുമുള്ള സംഭവം എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ആരതിപ്പൊടിയുമായിട്ടുള്ള വിവാഹ സമയത്തും അത് കഴിഞ്ഞ് ബിസിനസ്സിൻ്റെ കാര്യങ്ങളുമായൊക്കെ ഇടപെടുമ്പോൾ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായി തന്നെ നിലകൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ പലരും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ കാര്യമൊന്നും ഇല്ലാത്തതാണ് എന്നും വളരെയധികം പ്രശ്നമായി ഇത് മാറുകയായിരുന്നു ചെയ്തതെന്നുമാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുന്നുണ്ട്. എല്ലാവരും ആരതിയെക്കുറിച്ചും ആരതിയുടെ അവസ്ഥയും ആലോചിക്കുന്നു. പോസ്റ്റ് ഇടുമ്പോൾ പോലും ആരതിയെ കുറ്റപ്പെടുത്തിയാണ് പലരും എത്തുന്നത്. ആരതിയാണ് റോബിന്റെ അവസ്ഥയ്ക്ക് കാരണമെന്ന് പോലും പറയുന്നവർ ഒത്തിരി പേരുണ്ട് എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ടെന്നും പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.